അളിയ, നമ്മുടെ ഫൈസലിക്ക ഒരു പെണ്ണിപ്പ നാട് വിട്ടുന്നു. നീ അറിഞ്ഞായിരുന്നോ? നമുക്ക് ഇതിലേ പോയി അവിടെ ഒന്ന് കയറിയട്ടെ, പിന്നെ മീറ്റിങ്ങിന് പോവാം. ഇതേ സംഭവം എപ്പോഴായിരുന്നു? കച്ചവടത്തിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഫൈസൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാ. അവന് ടൗണിലെ തുണിക്കടയിൽ ഒരുത്തിയായിട്ട് എന്തോ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ബന്ധം തുടങ്ങിയിട്ട് കുറച്ചാളായെന്ന് അറിഞ്ഞ്. പിന്നെ നാട് വിട്ടതോ? ആ, അവരുടെ ബന്ധം വീട്ടുകാരോ ഭർത്താവോ ആരാണ്ടൊക്കെ അറിഞ്ഞ് അവരെ പൊക്കി ആകെ വിഷയമായിരുന്നേ. ഇന്നലെ വൈകുന്നേരത്തെ ട്രെയിനിൽ അവർ രണ്ടുപേരും കൂടെ പോയി. ശേ, ആകെ നാണക്കേടായല്ലോ ഇത്. എൻ്റെ വാർഡിൽ ഇങ്ങനൊരു സംഭവം. ശേ, അല്ല മെമ്പറേ, നമ്മളങ്ങോട്ട് ചെന്നിട്ട് എന്താ കാട്ടാണ്? ഫൈസലിന്റെ ഭാര്യ ഉണ്ടല്ലോ അവിടെ, അവരൊറ്റയ്ക്കല്ലേ താമസം. ഇപ്പം അവരൊറ്റയ്ക്കായില്ലേ? ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവിടെ പോയി തിരക്കണ്ടേ, എല്ലാം ചെയ്തു കൊടുക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അതല്ലേ വേണ്ടത്. വാ വാ, അവിടെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കിയല്ലേ പറ്റൂ. പിന്നെ വേണം 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 വേണം. ഡേ, ഇവരുടെ പേരെന്തുവാ? സുലു സുലു. പെങ്ങളെ, വിഷമിക്കരുതെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. എന്നാലും എൻ്റെ മെമ്പറെ, ആ മഹാഭാവി എന്ത് ചെയ്തത്? കെട്ടിക്കൊണ്ട് വന്ന് പെണ്ണൊരുത്തി വീട്ടിലുള്ളപ്പോൾ അവൻ വേറൊരു പെണ്ണിൻ്റെ പുറകെ പോയിരിക്കുന്നു. ഇവർക്ക് ബന്ധുക്കൾ ആരുമില്ലേ? അങ്ങനെ പറയത്തക്ക ആരുമില്ലെന്നേ. ഫൈസൽ കിഴക്കൂന്നെങ്ങാണ്ട് കെട്ടിക്കൊണ്ട് വന്നതാ. ഇതുവരെ തിരക്കി വരുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലായിരുന്നു. പല കഥകളും കേട്ടപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞത് അവനെ നിലയ്ക്ക് നിർത്തണമെന്ന്. ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പുറലോകം കാണിക്കാതെ കൂട്ടിലിട്ട് പടത്തേക്കില്ലായിരുന്നു ഇവരെ. എന്നാലും ഭാര്യമാരായ കുറച്ചൊക്കെ പിടിപ്പും ത്രാണിയും വേണ്ടേ? മറ്റൊരുത്തിയുടെ മണം കെട്ടിയവനുണ്ടെന്ന് തോന്നിയാൽ കെട്ടിയവനെ പിന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കരുത്. അതിപ്പോൾ യുദ്ധം ചെയ്തിട്ടാണെങ്കിൽ പോലും. അല്ലെങ്കിൽ ഈ ഫൈസൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഓർത്തോ? കൂടെ പോയൊക്കെ 2 പിള്ളേരുണ്ടെന്നാ കേട്ടത്. ഓരോരുത്തന്മാരുടെ ഓരോ കടപ്പை ഇപ്പോൾ 2 കുടുംബമല്ലേ അനാഥമായത്. പോയതങ്ങ് പോട്ടെ നിൽക്കും മോളെ. അവനൊരു പോങ്ങൻ. കുത്തി നോക്കിയാൽ പലരും വരും. മോൾ അതൊന്നും കേട്ട് തളരണ്ട. ജീവിതം മുന്നോട്ട് കിടക്കുമല്ലേ. ഇത്ര അടക്കം ഒതുക്കൊള്ളൊരു പെണ്ണ് ഈ പ്രദേശത്തില്ല, ഈ പഞ്ചായത്തിലേ ഇല്ല. ഇവളെ വേദനിപ്പിച്ചെൻ്റെ തലയിൽ ഇടുത്തി വീഴും. ഈ സുരേഷ് ഇവരെ രണ്ടുപേരെയും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏഴയിലൊക്കെ തരുമോ? പിന്നെ എന്ത് കണ്ടിട്ടാവൻ? എന്നാ പിന്നെ ഇറങ്ങാം. നിലവിൽ ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് എന്തെങ്കിലും ധനസഹായം കിട്ടുമെന്നേ നമുക്ക് നോക്കാം. പിന്നെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, നമുക്ക് ശരിയാക്കാം. ചേച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരു മീറ്റിംഗ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ശരി ചേച്ചി. സഹോദരി, കാര്യങ്ങൾ അറിഞ്ഞു. ഫൈസൽ ഇമ്മാതിരി ചതിയെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ രാജൻ പൊതുവാൾ, ഒരു കോൺട്രാക്ടറാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. സഹോദരിക്ക് പരിചയം കാണത്തില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. നന്ദി, ആവശ്യമൊന്നുമില്ല. ഇനി ആവശ്യം വരാലോ. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഫൈസലായിട്ട് കുറച്ച് ഇടപാടുണ്ടായിരുന്നു.
എന്റെ കുറച്ചേറെ തുകയാണ് അവന്റെ കയ്യിലിരിക്കുന്നേ. ഇനി അതിനിപ്പോ ഒരു നീക്കുപോക്കുണ്ടാവണം. ചേട്ടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കണം. അയാൾ മരിച്ചിട്ടൊന്നുമില്ല, എവിടെയോ പുതിയ ഭാര്യയായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. അയാളോടൊത്ത് അന്വേഷിക്കണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഫൈസലുമായിട്ട് ബന്ധമുള്ള ആരും ഇപ്പോൾ ഇവിടെ ഇല്ല, മുമ്പ് ഉണ്ടായിരുന്നെന്ന് മാത്രം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഏറ്റവും ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുടക്കിയിട്ടുണ്ടേൽ പണമായിട്ടല്ലേലും അത് മുതലാക്കാൻ എനിക്കറിയാം. സുലു, എന്താ മോളെ കാര്യം? അയാളെ അന്വേഷിച്ചു വന്നതാ, എന്തോ ഇടപാടുണ്ടായിരുന്നു എന്ന്. ആഹാ, കോൺട്രാക്ടർ ആയിരുന്നോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതെ ചേച്ചി, കുറച്ച് പൈസയുടെ കാര്യ. അതിപ്പോൾ എന്തു തന്നെയായാലും ഫൈസലുമായിട്ടല്ലേ. അവൻ അവൻ്റെ പാട്ടിന് പോയി. ഈ കൊച്ചിനോട് തിരക്കിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? പിന്നല്ലാതെ, ഭർത്താവേ പോയിട്ടുള്ളൂ. ഞങ്ങൾ അയലക്കംകാരൊക്കെ ഇവിടെ ഉണ്ട്. കോൺട്രാക്ടർ ചെല്ല്. രാജനിങ്ങ പോരെന്നേ, ഇതിനൊക്കെ ഒരു തഞ്ചമൊക്കെ ഇല്ലേ? ബാ. ഒന്നും കഴിഞ്ഞെന്ന് കരുതണ്ട. നീ ഇവിടെ തനിച്ചല്ലേ, ഓർത്തോ. നീ വീട്ടിൽ കയറി പോവച്ചേ. പലതും പറഞ്ഞ് ഇനി ആള് വരും. ഞാൻ പിന്നെ വരാം. മോളെ, മോളെ സങ്കടപ്പെട്ടിരിക്കുവാണോ? എന്തിനാ ചേച്ചി എനിക്ക് സങ്കടം? എന്നെ സ്നേഹിച്ചിട്ടില്ലാത്ത ഒരുത്തനെ ഓർത്തോ? മോളെ, ഇനി അങ്ങോട്ട് തനിച്ചല്ലേ ചേച്ചി, എല്ലാം ഒന്ന് ഓർത്തെടുത്തതാ. 8 വർഷം മുന്നേ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. ഇന്നേ വരെ എൻ്റെ പേരയാൾ സ്നേഹത്തോടെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഡി ചായ ഇട്, ഡി വെള്ളം തിളപ്പിക്ക്, ഡി ഷർട്ട് തേക്ക്, കുറേ ഡീകൾ മാത്രം. ഒരു യന്ത്രം കണക്കെ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അടിമപ്പെട്ട ഒരു ജീവിതം. ശരിക്കും ഇപ്പോഴാണ് ഞാൻ എന്നെപ്പോലെ ഒന്ന് കാണുന്നത്. എന്താ മോളെ ഈ പറയുന്നേ? ചേച്ചി ഈ വെള്ളത്തിലേക്കൊന്ന് നോക്കിയേ. ഭർത്താവ് ഉപേക്ഷിച്ച ദിവസങ്ങളിൽ ഒരു പെണ്ണിന് ഇത്രയധികം ചുംബനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമോ? ഈ മീനുകളെല്ലാം എന്നെ ചുംബിക്കുകയാണ്. ആ, അത് കൊള്ളാം. നീ കരഞ്ഞോണ്ടിരിക്കാന്നോർത്തോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. ചിലപ്പോൾ അയാൾ മരിച്ചു പോയെങ്കിൽ ഞാൻ കരഞ്ഞേനെ. ഇല്ല ചേച്ചി, അയാൾ പോയതിൻ്റെ പേരിൽ ഒരു തുള്ളി കണ്ണുനീര് ഞാൻ ഒഴുക്കത്തില്ല. അതെനിക്ക് വാശിയാ. നീ ഇനി എങ്ങനെ ജീവിക്കും മോളെ, ഒരു തുണയില്ലാതെ? ഒറ്റയ്ക്ക് ജീവിക്കും. ഞാൻ ഡിഗ്രി വരെ പഠിച്ചതല്ലേ. എന്തെങ്കിലും ജോലി നോക്കും, അല്ലേ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കും. എനിക്ക് പേടിയില്ല ചേച്ചി. ആ വാശി വേണം മോളെ. തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കണം. എന്താവശ്യത്തിന് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ജീവിക്കും ചേച്ചി, അന്തസ്സായിട്ട് തന്നെ ജീവിക്കും. ഇനി ഞാൻ ആരെ പേടിക്കാനാ? വല്ലപ്പോഴും ടൗൺ വരെ പോയിട്ടുള്ളതാ എൻ്റെ ലോകം. ഇനി തനിയെ ജീവിച്ച് ശീലിക്കണം. ആരെയും പേടിക്കാതെ, ആരോടും ഉത്തരം പറയാതെ, ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ എനിക്ക് ജീവിക്കണം. ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ. അതിപ്പോ നന്നായില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. തേങ്ങ അരയ്ക്കാൻ അതിയാനെ ഏൽപ്പിച്ചിട്ടാ വന്നത്. ആ, നല്ല തണുത്ത കാറ്റുണ്ട്. അധികം നേരം ഇവിടെ നിന്ന് പനി പിടിപ്പിക്കണ്ട. കയറിപ്പോ.
സുലു, നീ കഴിച്ചായിരുന്നോ മോളെ? ഇന്ന് രേവുവിന്റെ പിറന്നാളായിരുന്നു, പായസം ഉണ്ടാക്കി. നന്നായി ചേച്ചി. ഞാനിന്ന് ഇത്തിരി മധുരം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ നിനക്ക്? എൻ്റെ വീട്ടിലോ ഒറ്റയ്ക്കാണെന്ന് മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് പാകമായി. ഞാൻ ഇന്നിവിടെ മോളുടെ ഒരു കൂട്ടിന്. വേണ്ട ചേച്ചി, ഞാൻ ഇനി കഴിച്ചിട്ടങ്ങ് കിടക്കുക. നല്ല ക്ഷീണം. വാതിലും ജനലും ഒക്കെ നന്നായിട്ട് പൂട്ടണം. കാൽപ്പെരുമാറ്റവും ചൂളമ്മിളിയും തട്ടലും മുട്ടലും ഒക്കെ ഇനി കേട്ടെന്നിരിക്കും. ഒരു പെണ്ണ് തനിച്ചെന്നറിഞ്ഞാൽ പല കഴുകന്മാരും ഇങ്ങെത്തും. മനുഷ്യനല്ലാതെ മറ്റൊന്നിനും പേടിക്കണ്ട. എന്തേലും ആവശ്യം വന്ന കിഴക്കയിലെ ജനലിങ്കെ വന്ന് തങ്കമണി ചേച്ചിന്ന് ഒന്ന് വിളിച്ചാൽ മതി, ഞാനിങ്ങ് ഓടിയെത്തും. ശരി ചേച്ചി. എന്നാ മോള് വാതിലടച്ചിട്ട് കിടന്നു. ഡി കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തേ.
ഇക്ക, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ജീൻസ് ഇട്ട് നടക്കുന്ന കാണാൻ എന്ത് പ്രസരിപ്പാ. മീനെടുത്ത സുഹറ ജീൻസ് ഇട്ടാ എന്നും ഓഫീസിൽ പോകുന്നേ. എന്തൊരു ആത്മവിശ്വാസം അവളുടെ മുഖത്ത്. അതിന് അനക്കെന്താ? ഒന്നുമില്ല, വെറുതെ പറഞ്ഞതാ. എന്താ അനക്കും അതൊക്കെ വലിച്ചു കയറ്റി നാട്ടുകാരുടെ മുമ്പിലുള്ള വിലസമെന്നുണ്ടോ? നരകത്തിൽ കിടക്കും ഈ അനക്കൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. ഫാഷനും പരിഷ്കാരവും അനക്ക് വേണ്ട. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. നരകത്തിൽ പോവും പോലും. ആണുങ്ങൾക്ക് ഏത് വേഷവും ധരിക്കാമല്ലോ. നരകത്തിലാണല്ലോ, ഇനി ഇതായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? ചേച്ചി, 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 എന്താണ് അങ്ങനെ നോക്കിയിരിക്കുന്നത്? അല്ല ഏട്ടാ, എത്ര വിളിച്ചിട്ടും ചേച്ചിയുടെ അനക്കമൊന്നുമില്ല. സാധാരണ ഞാൻ വരുമ്പോഴത്തേനും പാല് വന്ന് എടുത്തോണ്ട് പോകുന്ന. അതിനെന്താടാ, അവരെപ്പോഴേലും വന്ന് എടുത്തോളൂ വേലേ. അല്ല ഏട്ടാ, ഫൈസലിക്ക പോയതിന്റെ വിഷമത്തിൽ എന്തെങ്കിലും കടുങ്കൈ? ഓ, വാ നോക്കാം. ഓ പഠിച്ചോനെ, 8 മണിയായോ? ഞാൻ എവിടെ കണ്ടല്ലേ എന്താ, എന്റെ കാര്യം തിരക്കാനാണോ എത്ര തിടുക്കം? കാര്യങ്ങൾ തിരക്കാൻ തന്നെയാ. എവിടെയാണ് ഇതിന്റെ മറ്റവൻ? മറ്റവനോ? ഏത് മറ്റവൻ? അവളൊരു ശീലാവതി, ഒന്നും അറിഞ്ഞിട്ടില്ല പോലും. നീ ഇന്നലെ വിളിച്ചു കയറ്റില്ലേ നിന്റെ ജാരനെ? ഇറക്കി വിരടി അവനെ. അതെ, ഇതൊന്നും ഈ നാട്ടിൽ നടക്കുകയല്ല കേട്ടോ. രാവിലെ വീട്ടിൽ കയറിയോന്ന് അനാവശ്യം പറയരുത്. അനാവശ്യം പോലും. ഷെടാ, ചുമ്മാ അല്ല കെട്ടിവിട്ടിട്ട് പോയത്. ഇതൊക്കെയല്ലേ അവളെ കയ്യിരിപ്പ്. എന്തോ നിങ്ങളീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി, ഇവരെന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരെ വിളിച്ച് കയറ്റിയെന്നായി പറയുന്നേ? മോളെ സുലു, അത് പിന്നെ പറഞ്ഞു കൊടുക്ക തങ്കമണി, നാട്ടുകാരറിഞ്ഞെന്ന്. സുധി രാവിലെ പാലും കൊണ്ട് വന്നപ്പോൾ മോളെ വിളിച്ചിട്ട് അനക്കയില്ലായിരുന്നെന്ന്. മോക്കെന്തെങ്കിലും പറ്റിയോന്നറിയാൻ ചുറ്റുപാടും നടന്നു നോക്കി. അപ്പോൾ
ചേട്ടാ ചേട്ടാ ഇങ്ങ് വന്നേ, വാ ഒന്ന് നോക്കിയേ. ആരെയാടാ വിളിയത്? രാജനെയാ. മോളുടെ കൂടെ പാൻറ്റിട്ട ഒരാളുണ്ടായിരുന്നു. ജീൻസ് ഇട്ടവനെ ഇറക്കി വിടടി, ഞങ്ങളും കാണട്ടെ അവന്റെ വിശ്വരൂപം. അപ്പോ നിങ്ങൾക്ക് എന്റെ ജീൻസ് ഇട്ട മറ്റവനെയാ കാണേണ്ടതല്ലേ? നിങ്ങൾ ഇത്ര കാര്യമായിട്ട് വന്നേയല്ലേ, എന്തായാലും കണ്ടയച്ചു പോയാ മതി. ഇനിയും കാണണോ എന്റെ മറ്റവൻ?